നമുക്ക് ആരംഭിക്കാം. സഹനാവതു സഹനവു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി. സമാധാനീയരായ എല്ലാ പഠിതാക്കൾക്കും വിനീതമായ ഏഴാം അധ്യായം ഇനി 53 അതെ സാറേ. ഏകാദശസ്കന്ധം അധ്യായം 7 ശ്ലോകം 53. കപോത കശ്ചന അരണ്യേകൃത നീടോ വനസ്പതൗ കപോത്യ ഭാര്യയാ പാർത്ഥം വാപകശ്ചിത് സമാഹ. ഏകാദശ ഗുരുക്കന്മാരെ കുറിച്ച് വരുമ്പോൾ കപോതത്തിന്റെ കഥ പറയാൻ വേണ്ടി ഒന്നിനോടും അധികം സ്നേഹം വെച്ച് പുലർത്തിയാൽ നാദി സ്നേഹപ്രസംഗോവകത്വാപി കുറുവൻ ബിന്ദദേവസ്ഥാവും ദുഃഖത്തിനിടയാക്കി. അതിസ്നേഹമുണ്ടായാൽ, അത്യാസക്തി ഉണ്ടായാൽ അതൊക്കെ ദുഃഖത്തിന് കാരണമാണ്. അതിസർവത്ര വർച്ചയിൽ എന്ന് തന്നെ പറയാം. ന്യായമായിട്ടും ഒക്കെ വേണം, സ്നേഹം വേണം. അധിക സ്നേഹം ഒന്നിനോടുണ്ടിരിക്കരുത്. ബന്ധുവാവാം, ബന്ധനമാവരുത്. അതൊക്കെ ദുഃഖഹേതുവാണ്. അവിവേകികളാണ് അതിന്റെ പുറകെ ഓടി നടന്ന് ദുഃഖം അനുഭവിക്കുന്നത്. എന്നൊരു കപോതത്തിന്റെ കഥ പറയുകയാണ്. അത്യാഭക്തി അനർത്ഥാസ്പദം എന്ന് ഞാൻ കപോതത്തിൽ നിന്ന് പഠിച്ചു എന്ന് ഈ അവധൂത ബ്രാഹ്മണൻ യദുവിനോട് പറയാം. അരണ്യെ, കാട്ടിലെ, കശ്ചിത് കപോത, വനത്തിൽ ഒരു കപോതമുണ്ടായി. കൃതനീടോ വനസ്പതവും, വീടുണ്ടാക്കിയിട്ട്, കൂടുണ്ടാക്കിയിട്ട്, നീളം കൂട്. കൃതനീടോ, അവിടെ ഒരു കൂടുണ്ടാക്കിയിട്ട്, വനസ്പതവും വൃക്ഷത്തിൽ, വനസ്പതി വൃക്ഷം, വനസ്പതവും വൃക്ഷം, ഒരു വനത്തിൽ ഒരു മരത്തിൽ ഒരു കപോത പക്ഷി ഒരു കൂടുണ്ടാക്കി. അവിടെ മാടപ്രാവിന് പറയുന്ന ഒരു പേരാണ് കപോതം. പല പേര് നമുക്കിവിടെ അതാണ്. കപോത്യ ഭാര്യയാ പാർത്ഥം, കപോതി എന്നതിന്റെ ഭാര്യയോടൊപ്പം ഉപാസ വസിച്ചു. കഥിച്ചിത് സമാഹ, കുറച്ച് നാളുകൾ, കുറച്ച് വർഷങ്ങൾ, കുറെ കാലം തന്റെ ഇഷ്ടപ്പെട്ട ഭാര്യയുമായിട്ട് ആ കപോതം ഒരു വനത്തിലെ ഒരു മരത്തിൽ ഒരു കൂടുണ്ടാക്കി അങ്ങനെ സുഖമായി വസിച്ചു. കപോത കശ്ചനാരണ്യേകൃത നീടോ വനപദൗ കപോത്യ ഭാര്യയാ പാർത്ഥം ഉവാസ കഥിച്ചിത് സമാഹ. കപോത കശ്ചനാരണ്യേകൃത നീടോ വനപദൗ കപോത്യ ഭാര്യയാ പാർത്ഥം ഉവാസ കഥിച്ചിത് സമാഹ. കപോതൗ സ്നേഹഗുണിതഹൃദയൗ ഗൃഹധർമ്മിണൗ ദൃഷ്ട്യാ അംഗമംഗേന ബുദ്ധിം ബുദ്ധ്യാ ബബന്ധതുഃ. കപോതൗ, രണ്ടുപേരും, ദമ്പതിമാർ രണ്ടുപേരും. സ്നേഹഗുണിത ഹൃദയവും, സ്നേഹം കൊണ്ട് കെട്ടപ്പെട്ട ഹൃദയമാണ്. ഗുണിതം എന്ന് വെച്ചാൽ ഗുണം എന്നുള്ള അർത്ഥം, നൂലെ ചരട്. ഗുണിതം കെട്ടപ്പെട്ടത്. സ്നേഹഗുണിത ഹൃദയവും അവർ തമ്മിലുള്ള സ്നേഹം, ബാന്ധവം, അതൊരു ബന്ധനമായി. അവർ ബന്ധുക്കളാണെന്നുള്ളത് വിസ്മരിച്ചിട്ട്
അവർ ബന്ധിതരാണെന്ന് സ്വയം അഭിമാനിച്ചു. നമ്മൾക്കൊക്കെയുള്ള ദോഷം അതാണ്. അച്ഛനോടോ അമ്മയോടോ ഭാര്യയോടോ ഭർത്താവിനോടോ മക്കളോടോ ബന്ധുക്കളോടോ ഒക്കെ ബന്ധുത്വമാവാം, അത് ബന്ധനമാവാൻ സമ്മതിക്കും. അത് കെട്ടാവും അറിയാം. ആ കെട്ട് പിന്നെ അഴിച്ചു മാറ്റാൻ പറ്റാതാകും. കെട്ടുകളായത് കർമ്മം പുരുഷനെ കെട്ടുകൾ അറ്റേ മുക്തി വരൂ ദൃഢം എഴുത്തച്ഛൻ്റെ ഭംഗിയായിട്ട് പറയാറുണ്ട്. ഇങ്ങനെ ഒരു ദിവസം എത്ര കെട്ടുകൾ ഉണ്ടാക്കി വെക്കുക. ബന്ധുക്കള്, സുഹൃത്തുക്കൾ, ഇവരൊക്കെ അല്പസമയം കഴിയുമ്പോൾ കെട്ടുകളായിട്ട് മാറും. ആ കെട്ട് അഴിക്കാൻ മേലാതെ വിഷമിക്കാവും. അങ്ങനെ സ്നേഹഗുണിത ഹൃദയവും ഗൃഹധർമ്മിണോ ഗാർഹസ്ഥ്യം ജീവിച്ചു. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഇണചേർന്ന് ഗാർഹസ്ഥ്യ ജീവിതം അനുഷ്ഠിച്ചുകൊണ്ട് അവർ സുഖമായി കഴിഞ്ഞു. ദൃഷ്ട്യ കണ്ണിനോടും അംഗേന ശരീരത്തോടും ബുദ്ധിയോടും ബന്ധിച്ചു. എന്തുകൊണ്ട് എന്തിനെ ബന്ധിച്ചു എന്ന് വ്യക്തമാക്കുക. കണ്ണുകൊണ്ട് കണ്ണിനെ ബന്ധിച്ചു, ശരീരം കൊണ്ട് ശരീരത്തെ ബന്ധിച്ചു, ബുദ്ധി കൊണ്ട് ബുദ്ധിയെ ബന്ധിച്ചു. സ്നേഹാധിക്യം കൊണ്ടാണ് ഈ ബന്ധനം. ഗൃഹസ്ഥാശ്രമികൾക്ക് ബന്ധുത്വമേ ആകാവൂ, ബന്ധനമായി തീരരുത് എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ കഥ. മനസ്സോടു കൂടിയവരായിട്ട് പരസ്പരം സുഖം അനുഭവിക്കാൻ താല്പര്യമായിട്ട് എപ്പോഴും പരസ്പരം കണ്ണുകൊണ്ട് കണ്ണിനെ നോക്കിയിരിക്കും. ഇങ്ങനെ കണ്ണിൽ നോക്കി കണ്ണുകൾ തമ്മിൽ ബന്ധിതരായി. അംഗത്തോട് ചേർന്നിരിക്കും. കൂട്ടിലിരിക്കുന്ന സമയം മുഴുവൻ ആലിംഗ നിബദ്ധരായി അംഗവുമായി ബന്ധിച്ചുകൊണ്ടേയിരിക്കും. ബുദ്ധിയോട് ബന്ധിക്കും. കാരണം ഇവരുടെ ചിന്തകൾ, വ്യാപാരങ്ങൾ, പ്രവൃത്തികളൊക്കെ ആ ബുദ്ധിക്ക് അനുസൃതമായി രണ്ടുപേരുടെയും ബുദ്ധികൾ ഒരു ചരടിൽ ഏകീകരിച്ച പോലായി. അതുകൊണ്ട് രണ്ടുപേരെ കെട്ടിയിരിക്കുകയാണ്. ഇതാണ് ഏറ്റവും വലിയ സുഖം എന്ന് കരുതി. കപോതോ സ്നേഹഗുണിത ഹൃദയോ ഗൃഹധർമ്മിണോ ദൃഷ്ട്യാംഗേന ബുദ്ധ്യാ ബന്ധതു. കപോതോ സ്നേഹഗുണിത ഹൃദയോ ഗൃഹധർമ്മിണോ ദൃഷ്ട്യാംഗേന ബുദ്ധ്യാ ബന്ധതു. ശയ്യാസനാടനസ്ഥാനവാർത്ത ക്രീഡാസനാദികം മിഥുനീഭൂയ വിശ്രബ്ധോ ചേരതു വനരാജിഷു. ശയ്യ കിടക്ക, അടനം സഞ്ചാരം. ശയ്യ ആസനം ഇരിപ്പ്, അടനം സഞ്ചരിക്കൽ, സ്ഥാനം പരസ്പരം മാറിയിരിക്കുന്ന ഒരു സ്ഥാനത്ത് മറ്റു സ്ഥാനത്തേക്ക് മാറുക. വാർത്ത പരസ്പരം ആശയങ്ങൾ കൈമാറുക, സംസാരിക്കുക. ക്രീഡ കളിക്കുക. അശനം ഭക്ഷണം കഴിക്കുക. ആദികം ഇതെല്ലാം മിഥുനീഭൂയ ഒന്നിച്ചു ചേർന്നേ ചെയ്യുള്ളൂ. നാശമുണ്ടാകുമെന്നൊരു വിചാരമില്ലാതെ പരസ്പരമുള്ള വിശ്വാസത്തിന്റെ ആധിക്യമാണ് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഒന്നിച്ചേ കിടക്കുള്ളൂ, ഒന്നിച്ചേ ഇരിക്കുള്ളൂ, മാറി മാറി ഇരിക്കില്ല, ഒന്നിച്ചേ സഞ്ചരിച്ചു പോവുകയുള്ളൂ. ഒരു സ്ഥാനത്ത് മറ്റു സ്ഥാനത്തേക്ക് മാറുകയാണെങ്കിലും ഒന്നിച്ചേ മാറുകയുള്ളൂ. പരസ്പരം എപ്പോഴും സംഭാഷണം ചെയ്തുകൊണ്ടേയിരിക്കുള്ളൂ. കളിക്കുന്നത് പരസ്പരമായിരിക്കും, മറ്റൊരാളല്ല. ഭക്ഷണം കഴിക്കുന്നതും ഒന്നിച്ചിരുന്ന. ഇത് മിഥുനീഭൂയ, മിഥുനങ്ങൾ തമ്മിൽ സംഭവിച്ച ഒരു പോരായ്മയെന്ന് പറയാൻ പറ്റില്ല, അധികമായി തീരുന്നു എന്നാണ്. എല്ലായ്പ്പോഴും ഒന്നിച്ചേ കിടക്കുള്ളൂ, ഒന്നിച്ചേ ഇരിക്കുള്ളൂ, ഒന്നിച്ചേ പറയുകയുള്ളൂ, ഒന്നിച്ചേ പോവുകയുള്ളൂ, ഒന്നിച്ചേ കഴിക്കുള്ളൂ എന്ന് ഒരു വാശി ഉപേക്ഷിച്ചാൽ സ്നേഹത്തിന് കുറവ് വരില്ല.
ഇന്നത്തെ എന്താ കുറെ കാലം മുമ്പുള്ള ഒരു തലമുറയ്ക്ക് അങ്ങനെയില്ല. പക്ഷെ ഇന്നത്തെ തലമുറയ്ക്ക് ഇങ്ങനെ ഒരു ചിന്ത കൂടി വരുന്നത് കൊണ്ട് പെട്ടെന്ന് പരസ്പരം അവർക്ക് വേർപെടാനും ദുഃഖം ഉണ്ടാകാനും വളരെ എളുപ്പമാണ്. മറ്റേ അതുണ്ടായിരുന്നില്ല. ഈ ശയ്യാഫനാടന സ്ഥാന വാർത്താ ക്രീഡാസനാദികങ്ങൾ ഒന്നിച്ചു നിന്നിട്ട് നിസ്രബ്ധവും പരസ്പരം വിശ്വാസമുള്ളവരായി തിന്നിട്ട് ചേരതു സഞ്ചരിച്ചു വനരാജിഷു വനക്കൂട്ടങ്ങളിൽ. ഒരു വനത്തിൽ മറ്റു വനത്തിലേക്ക് പറന്നു പോകുമ്പോൾ ഒന്നിച്ചേ പോകുള്ളൂ. അവിടെ ചെന്നാൽ ഒരു മരത്തിൽ ഒറ്റ മരത്തിൽ ഒന്നിച്ചിരിക്കുള്ളൂ. അവിടുന്ന് മരത്തിന്റെ പഴം കഴിച്ചാൽ ഒന്നിച്ചിരുന്ന് കഴിക്കുള്ളൂ. എന്നിങ്ങനെ എല്ലാത്തിനോടും വ്യാപാരങ്ങൾ മുഴുവനും ഒന്നിച്ചു മാത്രമാക്കി ചെയ്തുകൊണ്ട് അത്രയ്ക്ക് പരസ്പര സ്നേഹം അനുരാഗം അവരെ ബന്ധിതരാക്കി മാറ്റി. ശയ്യാസനാദനസ്ഥാന വാർത്താ ക്രീഡാശനാധികം മിഥുനീഭൂയ വിഭ്രദ്ധൗ ചേതതുർവനരാജിഷു. ശയ്യാസനാദനസ്ഥാന വാർത്താ ക്രീഡാശനാധികം മിഥുനീഭൂയ വിഭ്രദ്ധൗ ചേതതുർവനരാജിഷു. യം യം വാഞ്ചതി രാജൻ തർപ്പയന്യനുകമ്പിതാം തം തം സമനയത് കാമം വൃക്ഷേണാപ്യജിതേന്ദ്രിയാം. യം യം വാഞ്ചതി, യാതൊന്നിനെ ആഗ്രഹിക്കുന്നുവോ, സാ അവൾ, ആ കപോതി, ഹേ രാജൻ അല്ലയോ രാജാവേ, തർപ്പയന്തി അനുകമ്പയാ, തർപ്പിക്കാതെ സന്തോഷിപ്പിക്കാതെ, ലാളന എന്ന സന്തോഷം കൊണ്ട് അനുകമ്പിത, ഭർത്താവിനാൽ അനുകമ്പയുള്ളവളായി അവൾ. യം യം വാഞ്ചതി സാ തർപ്പയന്തി അനുകമ്പിത. ഭാര്യാപുത്ര ലാളനാദികളിലെ അതിസാമർഥ്യമുള്ളവനാണ് അങ്ങ്, അല്ലയോ പരീക്ഷത്തെ. അങ്ങല്ല എല്ലാവരും. അപ്പൊ ഇത് വിസ്തരിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഇന്ദ്രിയങ്ങളെ ജയിക്കാൻ പറ്റാത്ത മനുഷ്യരും പശുപക്ഷ്യാദികളും തമ്മിൽ എന്താണ് വ്യത്യാസം? ആ കപോതി എന്താഗ്രഹിക്കുന്നു? ദയവോടുകൂടി അതൊക്കെയും സാധിപ്പിക്കാൻ കപോതം ഒരുങ്ങിയിരിക്കുകയാണ്. യം യം വാഞ്ചതിഫ അനുകമ്പിത തർപ്പയന്തി. ഭാര്യ എന്തെന്താഗ്രഹിക്കുന്നുവോ ആഗ്രഹങ്ങളെല്ലാം അനുകമ്പയോടെ സാധിപ്പിച്ചു കൊടുക്കും, സന്തോഷിപ്പിക്കും. ഭാര്യയെ സന്തോഷിപ്പിക്കലാണ് ജന്മകൃത്യം എന്ന് മാത്രം വിചാരിക്കും. അതും അനുകമ്പയോടെ, കാരുണ്യത്തോടെ. എന്താവശ്യപ്പെട്ടാലും സാധിച്ചു. പിന്നാട്ടെന്നോ നാളെയാട്ടെന്നോ ഇപ്പോഴില്ലെന്നോ ഇത് വേണ്ടാത്തതാണെന്നോ സമയമില്ലെന്നോ ഒന്നും പറയാൻ പറ്റില്ല. അവൾ എപ്പോഴാഗ്രഹിക്കുന്നോ അതൊക്കെ സാധിച്ചു. തം തം സമനയത് കാമം, അതാത് കാമത്തെ സമനയത് എത്തിച്ചു കൊടുത്തു. വൃക്ഷേണാപി അജിതേന്ദ്രിയ, കഷ്ടപ്പെട്ടാണെങ്കിൽ പോലും അജിതേന്ദ്രിയനായത് കൊണ്ട്, ഇന്ദ്രിയ ജയമില്ലാത്തവനായ ആ കപോതം, ആ ആൺപക്ഷി അതത് സാധിപ്പിച്ചു കൊടുത്തുകൊണ്ടേ. ഇനി ഒരു പക്ഷെങ്കിൽ തന്നോട് പറഞ്ഞില്ലെങ്കിൽ പോലും അദ്ദേഹം ലാളിച്ചുകൊണ്ട് ചോദിക്കും, ഇത് തരട്ടെ ഇത് തരട്ടെ എന്ന്. ഇന്ദ്രിയങ്ങൾക്ക് കീഴടങ്ങിയിരിക്കുന്നതിനായ ആ കപോതം ഭാര്യയുടെ ഏതാഗ്രഹത്തെയും കഷ്ടപ്പെട്ട് സാധിച്ചു. ഇന്ദ്രിയത്തെ ജയിക്കാത്തവരുടെ ലക്ഷണം ഇതാണ്. ഇതൊന്ന് പറയാൻ വേണ്ടിയാണ് കഥ വിസ്തരിച്ചു പോവുക. ഇക്കാര്യത്തിൽ മനുഷ്യരും പക്ഷിമൃഗങ്ങളും തുല്യമാണ്. എന്താ വ്യത്യാസം? അവരെക്കാൾ മനുഷ്യന് വിവേകമുണ്ട് എന്ന് പറയുന്നത് വെറുതെയല്ലേ? ആ പക്ഷികളെ പോലെ തന്നെയാണ് ഇപ്പൊ മനുഷ്യരും.
അവർക്ക് വിവേകമില്ലാത്തതുകൊണ്ട് വീണ്ടും വിചാരമില്ലാത്തതുകൊണ്ടാവാം അവരങ്ങനെയെന്ന് വിചാരിക്കും. പക്ഷെ മനുഷ്യന്റെ കഥ അതിൽ ഏറെ കഷ്ടം. യം യം വാഞ്ചതി ഭാരാജം തർപ്പയന്തനുകമ്പിതാം തം തം സമനയത് കാമം കൃച്ഛേണാപ്യജിതേന്ദ്രിയാം. യം യം വാഞ്ചതി ഭാരാജം തർപ്പയന്തനുകമ്പിതാം തം തം സമനയത് കാമം കൃച്ഛേണാപ്യജിതേന്ദ്രിയാം. കപോതി പ്രഥമം ഗർഭം നദീ കാല ആഗതേ അണ്ടാനി ഫുഷുവേ നീടേ സ്വപത്യുഃപന്നിധോ സതീ. കപോതി പെൺപക്ഷി പ്രഥമം ആദ്യത്തെ ഗർഭത്തെ ഗൃഹണതി സ്വീകരിച്ചു. കാല ആഗതേ കാലം ആഗതമായപ്പോൾ അണ്ടാനി ഫുഷുവേ മുട്ടകൾ പ്രസവിച്ചു. നീടേ ആ കൂട്ടിൽ തന്നെ. സ്വപത്യുഹു സന്നിധൗ സ്വന്തം പതിയുടെ സന്നിധിയിൽ വെച്ച് തന്നെ ആ കൂട്ടിൽ വെച്ച് അണ്ടാനി ഫുഷുവേ മുട്ടകളെ പ്രസവിച്ചു. സതിയായ ആ പെൺപക്ഷി, സതി എന്ന് പറയുമ്പോൾ പതിവ്രതയെന്നത്, മറ്റൊരു പക്ഷികളിൽ നിന്നും ഗർഭം സ്വീകരിക്കാത്തവൾ എന്നർത്ഥം. പക്ഷികൾക്ക് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. വിവാഹം കഴിക്കലോ ആ വിവാഹം കഴിച്ച വരിൽ നിന്ന് മാത്രമേ ഗർഭം സ്വീകരിക്കാവുന്നതൊന്നും പക്ഷികൾക്ക് അങ്ങനെയൊന്നും വ്യവസ്ഥകളൊന്നുമില്ല. പക്ഷെ ഇവൾ അത് തന്നെ കാത്തുസൂക്ഷിച്ചു. പരസ്പരം വേർപിരിയാതെ ഒന്നിച്ചു നടന്നുകൊണ്ട് സ്വന്തം ഭർത്താവിൽ നിന്ന് തന്നെ ആദ്യത്തെ ഗർഭം സ്വീകരിച്ചു. കാലമായപ്പോൾ ഒരു മുട്ടയല്ല, അനേകം മുട്ടകളെ അവൾ പ്രസവിച്ചു. ഭർത്താവിന്റെ അടുക്കലിരുന്നു കൊണ്ട് തന്നെയാണ് സതിയായിരിക്കുന്ന അവൾ വളരെ ചാരിതാർത്ഥ്യത്തോടുകൂടി ജീവിച്ചു. ഇത് ജീവിതത്തിലെ മഹനീയമായ ഒരു ഘട്ടത്തെ ഒന്ന് വിശേഷിപ്പിച്ചാൽ, പക്ഷികൾ പോലും രതിസുഖാനുഭവം കൊണ്ട് മാത്രം മതിയാക്കി പോകുന്നവരല്ല. ഭാര്യയെ ലാളിച്ചത് കൊണ്ടും ആവില്ല. പുത്രോത്പാദനമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി ആഗ്രഹിക്കുമായിരിക്കെ വിശേഷ ബുദ്ധിമാന്മാരായ മനുഷ്യരുടെ ഒരു പരിശ്രമം വിവാഹം കൊണ്ടും ലാളന കൊണ്ടും രതിലീല കൊണ്ടും അവിടെ മതിയാക്കും. പുത്രൻ വേണം നിർബന്ധമില്ല. ഇപ്പോഴത്തെ വിവാഹത്തിന്റെ ഏറ്റവും വലിയ ദോഷം അതാണ്. ആർക്കും സന്താനങ്ങൾ വേണ്ട. അപ്പൊ പിന്നെ ഈ പക്ഷികളെക്കാൾ ഹീനരായിത്തീരുന്നില്ലേ? ഇവിടെ വാസ്തവത്തിൽ പക്ഷികൾ ഗുരുക്കന്മാരായിത്തീരുകയല്ലേ ചെയ്യുക. അവർ പഠിപ്പിക്കണം. ഞങ്ങളുടെ ജീവിതത്തിൽ ഇങ്ങനെ വ്യവസ്ഥയൊന്നും ഇല്ലെങ്കിലും ഞാൻ തന്നെ വരിച്ച ഭർത്താവിന്റെ കൂടെ തന്നെ ജീവിച്ച് അദ്ദേഹത്തിൽ നിന്ന് ഗർഭം ധരിച്ച് ലാളനാദികളായ സുഖങ്ങൾ അനുഭവിച്ച് അണ്ടങ്ങളെ സൃഷ്ടിച്ചു ഞാൻ. അപ്പൊ ജീവിതത്തിന്റെ ലക്ഷ്യം സന്താന സംവർദ്ധനമാണ്. അതിനെ സ്തംഭിപ്പിക്കലല്ല. അത് ഗൃഹസ്ഥാശ്രമത്തെ മഹനീയമായ ഒരു കടമയാണ്. പരസ്പരം ലാളിച്ചും സ്നേഹിച്ചും കഴിയൽ മാത്രമല്ല ജീവിതത്തിന്റെ ലക്ഷ്യം. സന്താന സമൃദ്ധി ഉണ്ടാക്കലാണ് വിവാഹം കഴിക്കുന്നതിന്റെ പ്രധാന ലക്ഷ്യം. കാമകേളികൾ കൊണ്ട് തൃപ്തി അടയലല്ല. അത് ഭാരതീയ സംസ്കാരത്തിനും എതിരാണ്. അതുകൊണ്ട് വിവാഹത്തിന്റെ ലക്ഷ്യം സത്സന്താനത്തെ ഉണ്ടാക്കൽ മാത്രമാണ് എന്ന് തിരിച്ചറിഞ്ഞ് ഈ പക്ഷികൾ ഇന്നത്തെ യുവതീ യുവാക്കന്മാർക്ക് ഗുരുക്കന്മാരായി തീരണം. ഞങ്ങളെ നോക്കി പഠിക്കൂ എന്ന് ഈ കപോതവും കപോതിയും നമ്മോട് പറയുന്നതായി തോന്നില്ലേ? കപോതി പ്രഥമം ഗർഭം നദീകാല ആഗതേ അണ്ടാനി ഫുഷുവേ നീടേ ഭുപത്യുഫതി. കപോതി പ്രഥമം ഗർഭം നദീകാല ആഗതേ അണ്ടാനി ഫുഷുവേ നീടേ ഭുപത്യുഫതി. തേഷു കാലേ വിജായന്താം രജിതാവയവാഹരേ ശക്തിഭർ ദുർവിഭാവ്യാഭേ കോമളങ്കതനൂരുഹാഹം. തേഷു
അവരിൽ കാലേ കാലത്തിൽ ആ അണ്ടങ്ങളിൽ കാലമാകുമ്പോൾ ആ അണ്ടം കുഞ്ഞുങ്ങളാവില്ല. അതിൻ്റെ മുകളിൽ അടയിരുന്ന് ചൂട് കൊടുത്ത് മുട്ട വിരിയിച്ച് കുഞ്ഞുങ്ങളാവുകയുള്ളൂ. വ്യജായന്ത ഉണ്ടായി എന്നർത്ഥം. വ്യജായന്ത ജനിച്ചുണ്ടായി. രചിത അവയവങ്ങളോടുകൂടി, രചിതമായ ഉണ്ടാക്കപ്പെട്ട അവയവങ്ങളോടുകൂടി. അതെങ്ങനെ വന്നു? ഹരേഹ ശക്തിഭി, ഭഗവാന്റെ ശക്തി കൊണ്ടാണ്. ഈ മുട്ട കേടുപാട് കൂടാതെ വിരിഞ്ഞ് അംഗഭംഗങ്ങളില്ലാത്ത ഒരു കുഞ്ഞുണ്ടാവുക എന്നുള്ളത് ഭഗവാന്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ ഉള്ളൂ. ഹരേഹ ശക്തിഭി. ആ ശക്തി എങ്ങനെയുള്ളതാണ്? ദുർവിഭാവ്യാഭി, വിഭാവന ചെയ്യാൻ വിഷമമുള്ളതാണ്. വിഭാവ്യം, വിഭാവന ചെയ്യാൻ പറ്റുന്നത്. ദുർവിഭാവ്യം, വിഭാവന ചെയ്യാൻ വിഷമമുള്ളത്. ആലോചിക്കാൻ പോലും കഴിയാത്ത ഭഗവത് ശക്തി കൊണ്ടാണ് അവയവങ്ങൾ പാകത്തിന് രൂപപ്പെട്ട ഒരു ശിശു ഉണ്ടാകും. കണ്ണില്ലാതെ വരാം, ചെവിയില്ലാതെ വരാം, ഒരു വിരലില്ലാതെ വരാം, അംഗഭംഗങ്ങൾ ഉണ്ടാകാം. അങ്ങനെ ഇഷ്ടം പോലെ ശിശുക്കൾ ഇന്ന് ജനിക്കുന്നുണ്ട്. മന്ദബുദ്ധികളായ കുട്ടികൾ എത്രയുണ്ട്? ഇതൊക്കെ ഭഗവാന്റെ ഇടപെടൽ കൊണ്ട് മാത്രമേ ഈ മുട്ടയ്ക്കകത്തുനിന്നും ഒരു വീഴ്ചയും ഉണ്ടാവാത്ത ആ അവയവങ്ങളോട് കൂടി ഒരു കുഞ്ഞിനെ കിട്ടുകയുള്ളൂ. തേഷു കാലേ വിജായന്താരചിത അവയവാഹരേ ശക്തിഭക്തുർവിഭാവ്യാഭി കോമളങ്കതനൂരുഹാഹ. കോമളമായ മനോഹരമായ അംഗം, ശരീരം, തനൂരുഹം, രോമങ്ങൾ. പക്ഷിയെ സംബന്ധിച്ച് അവയുടെ ദേഹത്ത് മുഴുവൻ കിളിച്ചു വരുന്നത് ചെറിയ ചെറിയ തോലുകളാണ്. അത് ദേഹം മുഴുവൻ നിറഞ്ഞു വരും. ഇത് ആരാ ഉണ്ടാക്കി കൊടുക്കുക? ഈ പക്ഷികൾ ഇണചേരൽ മാത്രമല്ലേ ചെയ്തുള്ളൂ, ബാക്കിയൊന്നും ഇവരുടെ കയ്യിലല്ല. ഈ ഒരു തിരിച്ചറിവ് ദമ്പതിമാർക്ക് തീർച്ചയായിട്ടും ഉണ്ടാവണം. അതുകൊണ്ടാണ് ഈശ്വര വിഭാവനയോടുകൂടി മാത്രം വേണം ഈ സന്താനത്തിനുള്ള യത്നവും ആ സന്താനത്തെ ഉണ്ടാക്കിയെടുക്കുന്ന കാലം അത്രയും, ഗർഭകാലം അത്രയും പിഴവ് കൂടാതെ ഒരു സുഖമായി പ്രസവിച്ച് കുട്ടിയുണ്ടാവാൻ. ആ തനൂരുഹം എന്ന് വെച്ചാൽ അതിന് മുടിയെന്നോ അല്ലെങ്കിൽ ഇവയെ സംബന്ധിച്ച് ചിറകുകള്, ദേഹത്ത് മുഴുവനുള്ള അവയുടെ പീലികൾ പോലെയുള്ള തൂവലുകള്. ചിറകുകൾ ഇല്ലെങ്കിൽ ഈ പക്ഷിക്ക് പറക്കാൻ പറ്റില്ല. രണ്ട് ചിറകുകളെ രണ്ട് സ്ഥാനത്ത് കൃത്യമായി വിന്യസിച്ച് അവയ്ക്ക് ബലം കൊടുത്ത് പറന്നു പോകാനുള്ള കഴിവുണ്ടാക്കി കൊടുക്കുന്ന ഈ പക്ഷിമാരുടെ ദമ്പതിമാരുടെ കഴിവ് കൊണ്ടല്ല. ഇതൊന്ന് ഉറക്ക വിശ്വസിക്കൂ. അത് ഹരിയുടെ ആലോചിക്കാനാവാത്ത ശക്തിയുടെ പരിണത ഫലമാണ്. ഹരേഹ ദുർവിഭാവ്യാഭി ശക്തിഭി കോമള അംഗ തനൂരുഹാഹ കാലേ വിജായന്ത. കോമളാംഗ തനൂരുഹന്മാരായിട്ട് കാലത്തിൽ ജനിച്ചു. തേഷു കാലേ വിജായന്താരചിത അവയവാഹരേൻ ശക്തിഭിർ ദുർവിഭാവ്യാഭി കോമളംഗ തനൂരുഹാം. തേഷു കാലേ വിജായന്താരചിത അവയവാഹരേൻ ശക്തിഭിർ ദുർവിഭാവ്യാഭി കോമളംഗ തനൂരുഹാം. പ്രജാഃ പൂഷതു പ്രീതൗ ദമ്പതി പുത്രവത്ഫലൗ സുർണന്തൗ പൂജിതം താഭൗ കളഭാഷിതൈ. പ്രജാഃ, ആ പ്രജകൾ ഉപുഷതുഹു പരിപോഷിപ്പിക്കപ്പെട്ടു. അങ്ങനെ മുട്ടയുടെ മുകൾ ഭാഗം ഒന്ന് പൊട്ടി വിടർന്ന് ഒരു കുഞ്ഞു ശിരഫ് പുറത്തു വരുമ്പോൾ
ഈ കബോധിക്കും കബോധത്തിനും എന്ത് സന്തോഷമാണ്. അവരിൽ ഒരാള് ഓടിച്ചെന്ന് മറ്റേതെങ്കിലും മരത്തിന്റെ അറ്റത്തെ പഴുത്തു പാകമായി നിൽക്കുന്ന പഴത്തിന്റെ ചാറിന്റെ ഒരു തുള്ളി തന്റെ ചുണ്ടിൽ കൊത്തിയെടുത്തുകൊണ്ടെന്ന് ഇതിന്റെ ആ ചുണ്ടിലേക്ക് വീഴുന്നു. ഇത് നിരന്തരം കുടിച്ച് 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 മുട്ടയുടെ ബാക്കി ഭാഗമെല്ലാം ഉടഞ്ഞു പൊട്ടി ചിറകുകളോടെ ആ പക്ഷി പതുക്കെ പതുക്കെ കാലുകൾ രൂപീകരിച്ച് താഴെ നിന്ന് നടക്കാൻ പാകത്തിലാവും. പുപുഷതുഹു പ്രീതവു ദമ്പതി. ഹാവോ, ഇത് കണ്ടപ്പോഴത്തേക്കും ദമ്പതിമാർക്ക് എന്ത് പ്രീതിയായി. കൃത്യമായ ഭാഗത്ത് ആ കാല് കുത്തി അത് നിൽക്കുന്നു. ഇടയ്ക്ക് വീഴാൻ തുടങ്ങുന്നു. 2-3 ചുവട് വയ്ക്കുന്നു. പുത്രവത്സലവു ദമ്പതി. പുത്രന്മാരോട് വാത്സല്യമുള്ളവരായ ഈ ദമ്പതിമാർ ശൃണ്വന്തൗ പൂജിതം താഫാം. ആ കുഞ്ഞുങ്ങളുടെ കുറെ പേരുണ്ടല്ലോ, മുട്ട വിരിഞ്ഞ് കുറെ കുഞ്ഞുങ്ങളാണ്. താഫാം പൂജിതം ശൃണ്വന്തു. അവര് പതുക്കെ കൂവാന്ന് ശബ്ദം ഉണ്ടാക്കാം. അത് കേൾക്കുമ്പോൾ നിർവൃതവും എന്ത് നിർവൃതിയിൽ കളഭാഷിതേ നല്ല മനോഹരമായി പതുക്കെ പതുക്കെ കൊഞ്ചി കൊഞ്ചി തിരിയാത്ത വാക്കുകൾ പറയും. അത് അമ്മമാർക്ക് മനസ്സിലാക്കും. പക്ഷ്യാദികളുടെ ഈ പുത്രസ്നേഹം കാണുമ്പോൾ ഇത് കണ്ടു മനുഷ്യര് പഠിക്കണം എന്നാണ്. കുട്ടികൾ ആദ്യമായി സംഭാഷണം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന സൗഖ്യം മനുഷ്യർക്ക് മാത്രമല്ല ഇതര ജീവികൾക്കും ഉണ്ട് എന്ന് തിരിച്ചറിയണം. പ്രകൃതി മാതാവ് ഈ സുഖം എല്ലാവർക്കും ഒരുപോലെ കൊടുക്കുകയാണ്. കരുണാനിധിയായ ഭഗവാൻ ഈ കഴിവ് എല്ലാ ജീവജാലങ്ങൾക്കും കൊടുക്കുന്നു. മാതാപിതാക്കൾക്ക് ഏറ്റവും വലിയ നിർവൃതി ഉണ്ടാക്കുന്നത് ഈ സമയമാണ്. അവർ പ്രേമത്തോടെ കുഞ്ഞുങ്ങളെ വളർത്തുന്നു, മധുര ശബ്ദങ്ങൾ കേൾക്കുന്നു, മധുരമായ സംഭാഷണങ്ങൾ കേട്ട് ആനന്ദിക്കുന്നു. ഈ ആനന്ദം നൈസർഗികമാണ്, പ്രകൃതിസിദ്ധമാണ്. വാങ്ങിയുണ്ടാക്കുന്ന ആനന്ദമല്ല, ജന്മസിദ്ധമായും ഉള്ളിലുള്ളതാണ്, ജീനിൽ ഉള്ളതാണ്. അതിനെ നശിപ്പിച്ചിട്ട് ആ ബന്ധനം നിന്ന് വിട്ടുപോവാനാണ് ശ്രമിക്കേണ്ടതെന്ന് പക്ഷാദികളുടെ പുത്രസ്നേഹം കാണുമ്പോൾ പഠിക്കേണ്ടതാണ്. കഷ്ടിച്ച് പറക്കാൻ പാകമായാൽ ഈ പക്ഷി പറന്നു പോകും. ആകാശത്തിൽ കൂടി പറന്ന് എവിടെയെങ്കിലുമൊക്കെ പോകും. ചിലപ്പോൾ വേറെ ഏതെങ്കിലും മരത്തിലായിരിക്കും പോയിരിക്കുക. പിന്നെ തങ്ങളുടെ അച്ഛനമ്മമാരാണ് ഈ പോകുന്നത് വിചാരം പോലും അവർക്കുണ്ടാവില്ല. ഇത് പക്ഷികളെ കണ്ടുപഠിക്കട്ടെ. ഞാൻ എത്ര ദിവസം അടയിരുന്ന് ഉണ്ടാക്കിയെടുത്ത കുഞ്ഞുങ്ങളാണ്, എന്നെ കണ്ട് അറിയുന്നില്ല, അവരവരുടെ പാട്ടിന് പോയി പോട്ടെ. ഇത്രയും എന്റെ കൃത്യമാണ്, കർത്തവ്യമാണ്. ഞാൻ അതിന്റെ പുറകെ പോകേണ്ട ആവശ്യമില്ല. ഒരുപക്ഷെ അടുത്തൂടെ കൂട്ടുകാര് പക്ഷികളുമായി അങ്ങനെ സുഖമായി പറന്ന് കളിച്ചു പോകുമ്പോൾ ഈ അമ്മ പക്ഷിയെ കണ്ടാൽ, അച്ഛൻ പക്ഷിയെ കണ്ടാൽ ചിലപ്പോൾ അറിഞ്ഞെന്ന് പോലും വരില്ല. അറിയണമെന്ന് അവരാഗ്രഹിക്കുന്നു. ഇതൊക്കെ ഈ പക്ഷിയിൽ നിന്ന് കണ്ടുപഠിക്കാനാകും. ഇതിപ്പോ എത്രത്തോളം വലുതായാലും വാത്സല്യം കൊടുത്താൽ മതിയാവില്ല. അവൻ അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ല, എന്തെന്ത് പരാതികളും വിഷമതകളുമാണ് നമ്മൾ നിരത്തുക. അപ്പോഴൊക്കെയാണ് ഋഷി പറഞ്ഞത് പക്ഷിയെ കണ്ടുപഠിക്കും. ഇവരെന്റെ ഗുരുക്കന്മാരാണ്. എങ്ങനെ ഈ കബോധം ഗുരുവായി തീർന്ന് വിസ്തരിക്കാൻ പുറപ്പെട്ടതാണ് കഥയിൽ കൂടി. ഒത്തിരി കാര്യങ്ങൾ കഥയിൽ കൂടി പറയുകയാണ്. പ്രജാഹ പുപുഷതു പ്രീതൗ ദമ്പതി പുത്രവത്ഫലൗ ശൃണ്വന്തൗ പൂജിതം താസാം വ്രതൗ കളഭാഷിതൈ. പ്രജാഹ പുപുഷതു പ്രീതൗ ദമ്പതി പുത്രവത്സലൗ ശൃണ്വന്തൗ പൂജിതം താസാം വ്രതൗ കളഭാഷിതൈ. താസാം പദത്രേഷു സ്പർശേ കൂജിതേ മുക്തചേഷ്ടിതേ പ്രത്യുദ്ഗമേ അധീനാനാം പിതരോ മുദവാപദൂ. താഫ ആ കുഞ്ഞുങ്ങളുടെ പദത്രേഹി ചിറകുകൾ കൊണ്ട്
സുസ്പർശൈഹി, നല്ല സ്പർശം, മാർദ്ദവമാണ്. കാരണം ഇത് പുറത്തേക്ക് ഇറങ്ങി കാറ്റും വെളിച്ചവും കൊണ്ട് കട്ടിപിടിച്ചിട്ടില്ല. ഈ ചിറകുകൾ അത്ര മൃദുവാണ്. പൂജിതൈഹി മുഗ്ധചേഷ്ടിതൈ, മനോഹരങ്ങളായ ചേഷ്ടകളോട് കൂടിയ പൂജിതങ്ങൾ. പ്രത്യുദ്ഗമൈഹി അദീനാനാം, അദീനാനാം ദുഃഖമില്ലാത്തവരുടെ, സന്തോഷിച്ചിരിക്കുന്നവരുടെ. പ്രത്യുദ്ഗമം എതിരേൽക്കൽ. അതുകൊണ്ട് പിതരവും, മാതാപിതാക്കൾ, മുതം ആപതും, ബാലരീതികളെ കൊണ്ട് ഈ മാതാപിതാക്കൾ എന്തുമാത്രം സന്തോഷിച്ചു എന്ന് പറയാൻ പോവാം. മൃദുരോമങ്ങളുള്ള ചിറകുകളുടെ സ്പർശന സുഖം അവർക്ക് ദിവ്യമായ ആനന്ദം കൊടുത്തു. മധുരമായ ശബ്ദങ്ങൾ പരസ്പരം പറയുന്നത്, അമ്മയോട് പറയുന്നത്, വല്ല ദിക്കിലും പോയി മടങ്ങി വരുമ്പോൾ എതിരേറ്റ് സ്വീകരിക്കുന്നതൊക്കെ കാണുമ്പോൾ മാതാപിതാക്കൾ എന്തെന്നില്ലാത്ത സന്തോഷം പ്രകടിപ്പിച്ചു. താസാം പദത്രേ സുസ്പർശേ കോചിതേർമുക്തചേഷ്ടിതേ പ്രത്യുദ്ഗമീരധീനാനാം പിതരോ മുദമാപദവും. താസാം പദത്രേ സുസ്പർശേ കോചിതേർമുക്തചേഷ്ടിതേ പ്രത്യുദ്ഗമീരധീനാനാം പിതരോ മുദമാപദവും. സ്നേഹാനുവിദ്ധ ഹൃദയാൗ അന്യോന്യം വിഷ്ണുമായ വിമോഹിതൗ ദീനധിയോ ശിശൂൻ പുകുഷതു പ്രജാഹം. സ്നേഹാനുവിദ്ധ ഹൃദയൗ അന്യോന്യം, സ്നേഹാനുവിദ്ധ ഹൃദയാവന്യോന്യം, സ്നേഹം കൊണ്ട് അനുവിദ്ധന്മാരായ, യോജിപ്പിക്കപ്പെട്ട, ബന്ധിപ്പിക്കപ്പെട്ട ഹൃദയത്തോടു കൂടിയ ഇവർ അന്യോന്യം വിഷ്ണുമായ കൊണ്ട് വിമോഹിതവും, മോഹിതരായി. ഭഗവാന്റെ മായ മനുഷ്യരെ മാത്രമല്ല, ജീവജാലങ്ങളെ ഒക്കെ മോഹിപ്പിക്കാൻ പര്യാപ്തമാണ്. ഇതൊക്കെ മായയുടെ കളിയാണെന്ന് പക്ഷികൾക്ക് തിരിച്ചറിയില്ല, നമുക്കറിയാം, അറിയണം. അതിനാണ് നമ്മൾ ഇതൊക്കെ പഠിക്കുന്നത്. ഈ കുട്ടികളെ വളർത്തലും അവന്റെ സ്നേഹവാത്സല്യങ്ങളും ഒക്കെ ആ കാലഘട്ടത്തിലെ ഒരു പ്രത്യേകത മാത്രം. അത് കഴിഞ്ഞാൽ അതൊരു ബന്ധനമായി തീരരുത്, അത് വിട്ടുകളയണം. അല്ലെങ്കിൽ മായയിൽ ബന്ധിതരായി അതിന്റെ പുറകെ തന്നെ തൂങ്ങി നടക്കും. എന്ത് കഷ്ടതകളാ പിന്നെ അനുഭവിക്കുക. ഇന്ന് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടതകൾ ഇതൊക്കെ മാത്രമാണ്. സ്നേഹാനുവിദ്ധതയോ അന്യോന്യം വിഷ്ണുമായ വിമോഹിതവും, മോഹിതരായിട്ട് ദീനധിയോ ദുഃഖിതന്മാരായി തിന്നിട്ട് ശിശൂൻ പുരുഷതു പ്രജാ, ശിശുക്കളായ പ്രജകളെ പരിപോഷിപ്പിച്ചു. ഈ കുട്ടികളെ ഒന്ന് വളർത്തി പറക്കമുറ്റി വിടുന്നിടം വരെ എന്ത് കഷ്ടതകളാണ് അനുഭവിക്കുന്നത്. കാരണം എന്താണ്? മറ്റാരും ശല്യം ചെയ്യരുത്, ഉപദ്രവമേൽക്കരുത്. ഈ വനത്തിന്റെ മുകളിൽ തങ്ങൾ താമസിക്കുമ്പോൾ ഒരാൾ പുറത്തുപോയി ഭക്ഷണമൊക്കെ അന്വേഷിച്ചു കൊണ്ടുവരും, എവിടുന്നെങ്കിലും കൊണ്ടു കൊടുക്കും. അപ്പോൾ ഇവർ തന്നെയാകും. എത്രയോ ആനകൾ ഈ വനത്തിൽ കൂടി സഞ്ചരിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു ആനയ്ക്ക് വെറുതെ കൗതുകം തോന്നി ഇവർ നിൽക്കുന്ന ഇവരുടെ കൂടെയുള്ള ഒരു കമ്പ് തുമ്പിക്ക് കൊണ്ട് അടർത്തി താഴെയിട്ട് ഒറ്റ ഓട്ടം കൊടുത്താൽ കഴിഞ്ഞില്ലേ? ആന മാത്രമല്ല, എത്ര ദുഷ്ടമൃഗങ്ങൾ, വേടന്മാർ, പക്ഷികളെ പിടിക്കാൻ വേണ്ടി നടക്കുന്ന വേടന്മാർ ധാരാളമുണ്ട്. ഇവരിൽ നിന്നൊക്കെ ഇവരെ ഒന്ന് രക്ഷിക്കാൻ വേണ്ടി പെടുന്ന പാട്. ഇതാണ് രക്ഷാകർത്തൃത്വം. മാതാപിതാക്കൾ സ്വയം ഏറ്റെടുക്കുന്നത് തൽക്കാലത്തേക്കാണ്. ജീവിതകാലം മുഴുവൻ ഇവരെ രക്ഷിക്കാൻ ആർക്ക് കഴിയും? നമ്മളെ രക്ഷിക്കാൻ ആരുണ്ട്? പാമ്പിന്റെ വായിലിരുന്ന് കരയുന്ന തവളെ പോലെയല്ലേ? നമ്മൾ തന്നെ അരക്ഷിതരാണ്. അങ്ങനെയുള്ള നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ വേണ്ടി അരക്ഷിതരായി നമ്മൾ പരക്കമായി കാണും നാട് നീളും. ഇവർക്ക് രക്ഷ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി മാത്രം. ആർക്ക് പറ്റും രക്ഷ ഉണ്ടാക്കി കൊടുക്കാൻ? ആർക്കും പറ്റില്ല. രക്ഷ ആരുടെ കയ്യിലാണ്? ഈശ്വരന്റെ കയ്യിലാണ്. കുട്ടികളെ രക്ഷിക്കുന്നത്
നമ്മളെ രക്ഷിക്കുന്നത് ഒക്കെ രക്ഷിതാവായ ഒരു ഈശ്വരന്റെ കയ്യിലാണ്. ആ കയ്യിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. ആ സമർപ്പണം ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ദീനധിയവും ബുദ്ധി പോലും ദീനതയുള്ളതായിട്ട് ബാധിച്ചിട്ട് ശിശുക്കളെ പരിപോഷിപ്പിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് ഓടി നടക്കുകയാണ്. സ്നേഹാനുവിദ്ധഹൃദയവും അന്യോന്യം വിഷ്ണുമായ വിമോഹിതോ ദീനധിയോ ശിശുൻ പുരുഷതു പ്രജാഹം. സ്നേഹാനുവിദ്ധഹൃദയവും അന്യോന്യം വിഷ്ണുമായ വിമോഹിതോ ദീനധിയോ ശിശുൻ പുരുഷതു പ്രജാം. ഏകദാ ജഗ്മദുസ്താഫാം അന്നാർത്ഥം തൗ കുടുംബിനൗ പരിതക്കാന്നേതസ്മിന്നർത്ഥിനോ ചേരദുശ്ചിരം. ഏകദാ ഒരിക്കൽ ജഗ്മദുഹു പോയി. ദിവചനമാണ്, രണ്ടുപേരും പോയില്ല. നേരത്തെ പറഞ്ഞു ഇവര് ഒന്നിച്ച് പോവുകയും വരികയും ഒക്കെ ഉള്ളൂ. ജഗ്മദു താഫാം അന്നാർത്ഥം, ആ കുട്ടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടുപേരും പുറത്തു പോയത്. തൗ കുടുംബിനവും, ആ രണ്ട് കുടുംബികൾ. പരിതക്കാനനെ, അടുത്തുള്ള ഒരു കാട്ടിലാണ് പോയത്. തസ്മിൻ അർത്ഥിനവും, അതിനുവേണ്ടി അവർ അർത്ഥിച്ചവരായി. ചേരതുഹുച്ചിരം, കുറേ നേരം അവിടെ സഞ്ചരിച്ചു പോകേണ്ടി വന്നു. അന്ന് ഇവർക്കുള്ള ഭക്ഷണം കിട്ടാൻ ഇത്തിരി താമസം. അടുത്തുള്ള 2-3 വനങ്ങളിൽ ഓടി ഓടി സഞ്ചരിച്ച് നടന്ന് ശേഖരിക്കാൻ കുറച്ച് കാലതാമസം ഉണ്ടായി. പെട്ടെന്ന് ഓടിയെത്തുവാൻ ഇന്നത് പറ്റിയില്ല. ഏകദാ ജഗ്മദുസ്താഫാം അന്നർത്ഥം തൗ കുടുംബിനൗ പരിതക്കാനനേതസ്മിൻ അർത്ഥിരോ ചേരദുശ്ചിരം. ഏകദാ ജഗ്മദുസ്താഫാം അന്നാർത്ഥം തൗ കുടുംബിനൗ പരിതക്കാനനേതസ്മിൻ അർത്ഥിനോ ചേരദുശ്ചിരം. ദൃഷ്ട്വാ താം ലുബ്ധക കശ്ചിത് യദൃച്ഛാദോ വനേതരാം ജഗൃഹേ ജാലമാദത്യ ചരത സ്വാലയന്തികേ. ദൃഷ്ട്വാ, കണ്ടിട്ട്, താൻ, അവരെ, ലുബ്ധക കശ്ചിത്, ഒരു ലുബ്ധകൻ. ലുബ്ധകൻ വേട്ടയാടുന്നവൻ, വേട്ടക്കാരൻ. യദൃച്ഛാദോ, യാദൃച്ഛികമായിട്ട്, വനേതരഹ, കാട്ടിൽ കൂടി സഞ്ചരിക്കുന്ന ഒരു വേടൻ, ഒരു കാട്ടാളൻ. അങ്ങനെ അയാൾ വെറുതെ കാട്ടിലൂടെ സഞ്ചരിച്ചു പോയപ്പോ ഈ കൂട് കണ്ടു. ജഗൃഹേ ജാലം ആദത്യ, ജാലം എന്ന് വെച്ചാൽ വല. ആദത്യ വിരിച്ചിട്ട്, വല വിരിച്ചിട്ട് ജഗൃഹയെ, ഈ കുഞ്ഞുങ്ങളെ പിടിക്കാൻ ശ്രമിച്ചു. ആ കൂടിന്റെ ചുറ്റുമായിട്ട് വലയിട്ട് പിടിച്ചു. കാരണം കാട്ടാളൻ വേടന്മാർക്കറിയാം പക്ഷികളെ പിടിക്കുന്നത്, വലയിട്ട് പിടിക്കുന്നത് എങ്ങനെയാണെന്നറിയാം. ഇന്ന് നമ്മള് നാട്ടിൽ പട്ടികളൊക്കെ ഇങ്ങനെ വലയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്താക്കി പിടിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഇതുപോലെ വേടന്മാർക്കറിയാം. അവർ ചുമ്മാതെ പോയപ്പോൾ യാദൃശ്യമായിട്ടും ആ മരത്തിന്റെ കൊമ്പിൽ, ആ കോട്ടിൽ ഇങ്ങനെ കുറെ പക്ഷിക്കുഞ്ഞുങ്ങൾ ശബ്ദമുണ്ടാക്കുന്നത് കേട്ട് നോക്കി, ഹാവു, പക്ഷികളെ കിട്ടിയല്ലോ. ഇത് അയാളുടെ ഒരു സ്വന്തമായിട്ടുള്ള ചെയ്തുകൊണ്ടിരിക്കുന്ന. ജാലം ആദത്യ ചരതഃ സ്വ ആലയാന്തികേ, സ്വന്തം ആലയത്തിന്റെ അന്തികത്തിൽ, സ്വന്തം കൂടിന്റെ അടുത്തായിട്ട് വല വീശിയിട്ട് ഇയാൾ കുട്ടികളെ പിടിച്ചു. താൻ ജഗൃഹു, അവരെ പിടിച്ചു. ദൃഷ്ട്വാ താൻ ലുബ്ധക കശ്ചിത് യദൃച്ഛാദോ വനീതരാം ജഗൃഹേ ജാലമാദത്യ ചരത സ്വാലയന്തികേ. ദൃഷ്ട്വാ താൻ ലുബ്ധക കശ്ചിത് യദൃച്ഛാദോ വനീതരാം ജഗൃഹേ ജാലമാദത്യ ചരത സ്വാലയന്തികേ. കപോതശ്ച കപോതീ ച പ്രജാപോഷ പദോത്സുകൗ ഗതൗ പോഷണമാദായ സ്വനീടമുപജഗ്മതു. കപോതശ്ച കപോതീ ച, രണ്ടുപേരും പ്രജാപോഷേ ഫദോത്സുകൗ, കുട്ടികളെ വളർത്തുന്നതിൽ എപ്പോഴും ഉത്സുകരായിട്ട്, ഗതൗ, പോയതാണ്. പോഷണം ആദായ, പോഷണം പോഷിപ്പിക്കാനുള്ള വസ്തു, ഭക്ഷണം, അന്നം എന്നർത്ഥം. പോഷണം ആദായ സ്വനീടം ഉപജഗ്മതു, ആ കൂട് ഇവർക്ക് തിരിച്ചറിയാം എവിടെയൊക്കെ പോയാൽ. ഭക്ഷണവുമായിട്ട് സ്വന്തം വീട്ടിലേക്ക് എത്തി.
കപോതശ്ച കപോതീ ച പ്രജാപോഷേ ഫലോത്സുകൗ ഗതൗ പോഷണമാദായ സ്വനീടമുപജഗ്മതു. കപോതശ്ച കപോതീ ച പ്രജാപോഷേ ഫലോത്സുകൗ ഗതൗ പോഷണമാദായ സ്വനീടമുപജഗ്മതു. കപോതി സ്വാത്മജൻ വീക്ഷ്യ ബാലകൻ ജാലസംവൃതാൻ താനഭ്യധാവത് ക്രോശന്തി ക്രോശതോ ദുഃഖിതാം. കപോതി ആ പെൺപക്ഷി സ്വ ആത്മജൻ ബാലകൻ വീക്ഷ്യ സ്വന്തം പുത്രന്മാരെ വലയ്ക്കകത്ത് അകപ്പെട്ടത് കണ്ടിട്ട് ജാലസംവൃതാൻ, ജാലം വല, സമ്മർദ്ദം തെറ്റിയത്, ജാലസമ്പ്രദാൻ ബാലകാൻ സ്വാത്മജാൻ ബാലകാൻ, വലയ്ക്കകത്ത് അകപ്പെട്ട് പുറത്തു പോവാനാവാതെ അനങ്ങാനാവാതെ വിഷമിക്കുന്ന കുഞ്ഞുങ്ങളെ കണ്ടിട്ട് താൻ അഭ്യധാവൻ അവരുടെ നേരെ ഓടി ക്രോശന്തി ഉറക്കെ കരഞ്ഞുകൊണ്ട് ക്രോശതോ ദുഃഖിത വളരെയധികം ദുഃഖിതയായിട്ട് കരഞ്ഞു വിളിക്കുന്ന കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് ഈ അമ്മ കരഞ്ഞു വിളിച്ചുകൊണ്ട് ഓടി. ക്രോശന്തി ക്രോശതോ ഉറക്ക നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ കുഞ്ഞുങ്ങൾ. വലയിലകപ്പെട്ടു എന്ന് അവർക്ക് മനസ്സിലായി. ഇത് കണ്ട് അതിനേക്കാൾ ഉറക്ക നിലവിളിച്ചുകൊണ്ട് അമ്മ അവിടത്തേക്ക് ഓടിയത്. കപോതി സ്വാത്മജൻ വീക്ഷ്യ ബാലകൻ ജാല സംവൃതാൻ താൻ അഭ്യധാവത് ക്രോശന്തി ക്രോശതോ ദുഃഖിതാം. കപോതി സ്വാത്മജൻ വീക്ഷ്യ ബാലകൻ ജാല സംവൃതാൻ താൻ അഭ്യധാവത് ക്രോശന്തി ക്രോശതോ ദുഃഖിതാം. പാഫകത് സ്നേഹഗുണിതാം ദീനചിത്താം ദീനചിത്താജമായയാ സ്വയം ചാബദ്ധ്യതാൻ പശ്യന്ത്യ അപസ്മൃതി. അവൾ അഫകൃത് സ്നേഹഗുണിത, അഫകൃത് പലപ്പോഴും അടിക്കടി വീണ്ടും വീണ്ടും സ്നേഹം കൊണ്ട് ബന്ധിതയായതുകൊണ്ട് അഫകൃത് സ്നേഹഗുണിത, അഫകൃത് സ്നേഹഗുണിത വീണ്ടും വീണ്ടും അടിക്കടി സ്നേഹം കൊണ്ട് ബന്ധിക്കപ്പെട്ടവളായ അവൾ ദീനചിത്ത ദുഃഖിത ചിത്തയായി. എന്തുകൊണ്ട്? അജമായയാ ഈശ്വരന്റെ മായ കൊണ്ട്, അജനായ ഈശ്വരന്റെ മായ കൊണ്ട് ദീനചിത്തയായി. ഇതൊക്കെയാണ് മായാവിലാസങ്ങൾ എന്ന് നമുക്ക് തിരിച്ചറിയാൻ വേണ്ടി പറഞ്ഞു തരികയാണ്. പക്ഷിക്ക് ഇതറിയില്ല. സ്വയം ചാബദ്ധ്യത ശിചാബദ്ധാൻ, ശിചാബദ്ധാൻ അവൾ വലയിലകപ്പെട്ട കുട്ടികളെ കണ്ടുകൊണ്ടെങ്കിലും ആ വലയാൽ, ശിച എന്ന് വെച്ചാൽ വല, ആ വലയാൽ ബദ്ധാൻ ബന്ധിക്കപ്പെട്ട അവരെ പശ്യന്തി കാണുന്നു, അപസ്മൃതി എല്ലാം മറന്നിട്ടേന്ന്, മതിമറന്ന് അവൾ വലയിൽ ബന്ധിച്ചു കിടക്കുന്ന കുട്ടികളെ കണ്ടു. ഈ നിമിഷം, ഒരു നിമിഷം ഈശ്വരമായ കൊണ്ട് കടന്നുകൂടിയ വാത്സല്യത്തിന്റെ ആധിക്യം കൊണ്ട് മനസ്സ് കുട്ടികളിൽ ബന്ധിച്ചുപോയി, കെട്ടിപ്പോയി. അങ്ങനെ ആയാൽ ദുഃഖം കൂടുകയുള്ളൂ. അങ്ങനെ ഓരോ നിമിഷവും ദുഃഖം കൂടിക്കൂടി, അങ്ങനെ ദുഃഖം കൂടിയാൽ എന്ത് സംഭവിക്കും? ആലോചനാശക്തി നഷ്ടപ്പെടും. പിന്നെ വേണ്ട വിധം ചിന്തിക്കാനാവില്ല. ഈ വലയ്ക്കകത്തോട്ട് ചാടിയാൽ തന്റെ അവസ്ഥയും ഇതന്നെയാണ് എന്നൊന്നും വിചാരിക്കാതെ വലയിൽ അകപ്പെട്ട് കിടക്കുന്ന കുട്ടികളെ നോക്കി ആ വലയിലേക്ക് തന്നെ ചാടി അവളും ബന്ധനത്തിനകപ്പെട്ടു. ഇപ്പോൾ അവർക്ക് അതല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിനകത്ത് ചാടിയാൽ താനും ബന്ധനാകുമെന്നറിയാം. തീയിൽ വെന്തിരിക്കുന്ന കുട്ടികളുടെ അടുത്തേക്ക് എടുത്തു ചാടിയാൽ താനും മരിക്കും എന്നുള്ള ഉറപ്പാണ് തീയിക്കകത്ത്. പക്ഷെ അമ്മ മായാശക്തി കൊണ്ട്, വാത്സല്യത്താൽ ബന്ധിതയായതുകൊണ്ട് അവൾ എന്ത് ചെയ്തു? അതിലേക്ക് എടുത്തിയാൽ സ്നേഹഗുണിത ദീനചിത്താജമായ സ്വയം ച അബദ്ധ്യദശിച ബദ്ധൻ പശ്യന്തി അപസ്മൃതി. സ്നേഹഗുണിതാം ദീനചിത്താജമായ സ്വയം ച അബദ്ധ്യദശിച ബദ്ധൻ പശ്യന്തി അപസ്മൃതി. കപോതശ്ചാത്മജൻ ബദ്ധൻ
ആത്മനോപ്യധികൻ പ്രിയാൻ ഭാര്യം ചാത്മഫമാം ദീനോ വിലലാപാതിദുഃഖിതാം. കപോതഹ ച തൊട്ടുപുറകെ വന്ന ആൺപക്ഷി ആത്മജാൻ ബദ്ധാൻ പുത്രന്മാർ ബന്ധിതരായി നിൽക്കുന്ന കണ്ടിട്ട് ആത്മനോപി അധികാൻ പ്രിയാൻ തന്നെക്കാൾ കൂടുതൽ സ്നേഹിച്ചവരാണ് ഈ കുട്ടികൾ. ആത്മനോപി അധികാൻ പ്രിയാൻ ബദ്ധാൻ അവരെയും ഭാര്യാംച ഭാര്യയും ആത്മസമാം ഭാര്യാംച തന്നെ പോലെ തന്നെയുള്ള ഭാര്യയെ ഇതിലകപ്പെട്ട് കണ്ടിട്ട് ദീനോ ദുഃഖിതനായി വിലലാപ അതിദുഃഖിത ഉറക്ക കുറേ സമയം കരഞ്ഞു. അല്ല എന്താ ചെയ്യുക? എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ചെയ്യാനുള്ള ശക്തി കഴിവ് നഷ്ടപ്പെട്ടു പോയി. ആലോചനാ ശക്തി ഇല്ലാതെ പോയി. വിവേകം നഷ്ടപ്പെട്ടു പോയി. എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെയല്ലേ ചെയ്യേണ്ടതെന്നൊക്കെ ചോദിച്ചാൽ അല്ല, ആ വലയിൽ നിന്ന് കുട്ടികളെയും ഭാര്യയും രക്ഷിക്കാനാണ് നോക്കേണ്ടത്. താനും കൂടെ അതിലേക്ക് ചാടാനല്ല ശ്രമിക്കേണ്ടത്. വേറെ പക്ഷികളെ കൂട്ടുവിളിച്ചോ മറ്റാരുടെയും സഹായം നേടിയോ സ്വന്തം ചുണ്ടുകൊണ്ടോ പതുക്കെ പതുക്കെ ആ വലയുടെ ഓരോ അംശങ്ങൾ കെട്ടറുത്ത് 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 ഇവരെ മോചിപ്പിക്കാനാണ് ശ്രമിക്കേണ്ടത്. അവിടെയാണ് സ്നേഹവാത്സല്യത്തിന്റെ ആധിക്യം പ്രകടമാക്കുന്നത്. അങ്ങനെയാണ്, അതിലേക്ക് ചാടിയല്ല. ഇതൊന്നും മനസ്സിലാക്കി തരാനാണ് ഈ കഥ ഇങ്ങനെ കൊണ്ടുവന്നത്. അയാൾ വളരെയധികം ദുഃഖിച്ചു. കപോതശ്ച ആത്മജാൻ ബദ്ധാൻ ആത്മനോപ്യധികൻ പ്രിയാൻ ഭാര്യാം ചാത്മസമാം ദീനോ വിലലാപാതിദുഃഖിത. കപോതശ്ച ആത്മജാൻ ബദ്ധാൻ ആത്മനോപ്യധികൻ പ്രിയാൻ ഭാര്യാം ചാത്മസമാം ദീനോ വിലലാപാതിദുഃഖിതാം. അഹോ മേ പശ്യതാം പശ്യതാവായം അല്പപുണ്യസ്യ ദുർമതേ അതൃപ്തസ്യാഗതാർത്ഥസ്യ ഗൃഹസ്ത്രൈവർഗികോ ഹതാം. അഹോ മേ പശ്യതാം, അഹോ നോക്കൂ എന്റെ അപായം, എന്റെ അപായത്തെ നോക്കൂ. അല്പപുണ്യസ്യ ദുർമതേ, പുണ്യമില്ലാത്ത ദുർമതിയായ എന്റെ അപായത്തെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അതൃപ്തസ്യ അകൃതാർത്ഥസ്യ, ഈ ദാമ്പത്യ ജീവിതം കൊണ്ട് ഞാൻ അതൃപ്തനാണ്, എനിക്ക് തൃപ്തിയായില്ല, മതിയായില്ല, അകൃതാർത്ഥനാണ്, കാര്യങ്ങളൊന്നും സാധിച്ചിട്ടുമില്ല. അവിടെ തന്റെ ഗൃഹം എന്താണ്? ഗാർഹസ്ഥ്യം. അത് എന്താ? ത്രൈവർഗികമാണ്. ധർമ്മം, അർത്ഥം, കാമം ഇത് മാത്രമേ ഉള്ളൂ. മോക്ഷം വഴി അതിലില്ല. അതുകൊണ്ട് ഹതഹ, ഞാൻ ഹതനായല്ലോ, ഞാൻ എന്താണ്? കൊല്ലപ്പെട്ടവനായല്ലോ. ഈ ഭൗതിക ലോക ജീവിതത്തിന്റെ സുഖമാണ് വലുത്. അതിൽ ഞാൻ തൃപ്തനായിട്ടുമില്ല. ധർമാർത്ഥകാമങ്ങൾ എന്ന പുരുഷാർത്ഥം സാധിക്കാൻ വേണ്ടിയാണ് ഗൃഹസ്ഥാശ്രമത്തിൽ കൂടി കഷ്ടപ്പെട്ട് സഞ്ചരിച്ചു പോയത്. ഇതാ ഈ ഗാർഹസ്ഥ ജീവിതം തീരുകയല്ലേ, നശിച്ചു. അതുകൊണ്ട് പരലോകത്തിൽ പോയി സുഖിക്കാൻ തക്ക പുണ്യം ചെയ്തിട്ടില്ല. താൻ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവനായല്ലോ. ഒരു പക്ഷിയുടെ വിചാരത്തെക്കുറിച്ചേ പറയുന്നത്, മനുഷ്യനെ കുറിച്ചല്ല. അപകടങ്ങളും ആപത്തുകളും വിഷമതകളും വരുമ്പോൾ ഞാൻ ഇതുകൊണ്ട് തീരുന്നു, നശിക്കുന്നു, എന്റെ ബന്ധുക്കളും എല്ലാവരും പോയി, ഞാൻ ഏകനായി, ഇനി എന്തേ ഇങ്ങനെ ഇരിക്കുന്നു, എന്റെ ഗാർഹസ്ഥ ജീവിതവും സുഖവും ആഗ്രഹങ്ങളും ഒന്നും ഇനി സാധിക്കാൻ പോവില്ല, ഇനി ഞാനിപ്പോൾ മരിച്ചാൽ എനിക്ക് സ്വർഗലോകത്തിൽ എത്താൻ പറ്റത്തൂല, കാരണം പുണ്യമൊന്നും ചെയ്തിട്ടുമില്ല. ഇപ്പൊ അതൊക്കെ ആലോചിക്കാം. ഇതൊക്കെ ഈ പക്ഷികളുടെ വിലാപത്തെ കണ്ടുപഠിക്കാൻ വേണ്ടി അവതരിപ്പിക്കുക. അഹോമേ പശ്യതാം അപായം അല്പപുണ്യസ്യ ദുർമതേ അതൃപ്തസ്യ ആഗതാർത്ഥസ്യ ഗൃഹസ്ത്രൈവർഗികോ ഹതാം. അഹോമേ പശ്യതാം, അഹോമേ പശ്യതാപായം അല്പപുണ്യസ്യ ദുർമതേ അതൃപ്തസ്യ ആഗതാർത്ഥസ്യ ഗൃഹസ്ത്രൈവർഗികോ ഹതാം. അനുരൂപാനുകൂലാച യസ്യമേ പതിദേവതാം ശൂന്യേ ഗൃഹേ മാം സന്ധിജ്യ പുത്രേ സ്വയാതിപാധുതേ. അനുരൂപയും അനുകൂലയുമായിരുന്ന പതിദേവതയായ എന്റെ പത്നി, ഭർത്താവ് മാത്രമാണ് ദേവൻ എന്ന് മാത്രം വിചാരിച്ച് എനിക്ക് അനുകൂലമായി നിന്നുകൊണ്ട്
എന്റെ അനുരൂപിയായി നിന്നുകൊണ്ടുള്ള ആ പത്നി ഇല്ലാത്ത ഈ വീട് ശൂന്യേ ഗൃഹേ മാം സന്ധ്യ, ശൂന്യമായ വീട്ടിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പുത്രൈഹി പുത്രന്മാരോടൊപ്പം സ്വർയാധിപാധുഭി സ്വർഗത്തിലേക്ക് പോയിരിക്കുന്നല്ലോ. കാരണം നിമിഷങ്ങൾക്കകം അവരെ വേഗം കൊണ്ടുപോകും, ഉറപ്പായി. എന്നെ മാത്രം ആക്കിയിട്ട് ഇവരെല്ലാം പോയി കഴിഞ്ഞല്ലോ. അനുരൂപാനുകൂലാച യക്ഷിമേ പതിദേവതാം ശൂന്യേ ഗൃഹേ മാം സന്ധ്യ പുത്രേ സ്വർയാധിപാധുഭി. അനുരൂപാനുകൂലാച യക്ഷിമേ പതിദേവതാം ശൂന്യേ ഗൃഹേ മാം സന്ധ്യ പുത്രേ സ്വർയാധിപാധുഭി. സോഹം ശൂന്യേ ഗൃഹേ ദീനോ മതദാരോ മതപ്രജാ ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖജീവിതാം. സോഹം അങ്ങനെയുള്ള ഞാൻ ശൂന്യേ ഗൃഹേ ഭാര്യയും മക്കളുമില്ലാത്ത ശൂന്യമായ ഈ വീട്ടിൽ ദീനോ ദുഃഖിതനായിട്ട് മൃതദാരോ ഭാര്യ മരിച്ചവനായിട്ട് മതപ്രജ മക്കൾ മരിച്ചവനായിട്ട് ജിജീവിഷേ ജീവിക്കുന്നു. കിമർത്ഥം വാ ഇതിനാണ് ഞാൻ ജീവിക്കുന്നത്. വിധുരോ ദുഃഖ ജീവിതം. അങ്ങനെ ദുഃഖിച്ച് ഉള്ള എന്റെ ജീവിതം വിധുരമാണ്. ഏറ്റവും അധികം കഷ്ടാവസ്ഥയിലാണ് എന്റെ ജീവിതം. എന്തിനാണ് ഞാൻ ഇങ്ങനെ ജീവിക്കുന്നത്? ഭാര്യയുമില്ല, മക്കളുമില്ല, ആരുമില്ലാത്ത ഈ വീട്ടിൽ ഒറ്റയ്ക്ക് ഞാൻ എന്ത് ജീവിച്ചിരിക്കുന്നു? എന്താണ് കൊണ്ടുള്ള ഫലം? സോഹം ശൂന്യേ ഗൃഹേ ദീനോ മതദാരോ മതപ്രജാം ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖജീവിതാം. സോഹം ശൂന്യേ ഗൃഹേ ദീനോ മതദാരോ മതപ്രജാം ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖജീവിതാം. സോഹം ശൂന്യേ ഗൃഹേ ദീനോ മതദാരോ മതപ്രജാ ജിജീവിഷേ കിമർത്ഥം വാ വിധുരോ ദുഃഖജീവിതാം. 5 മിനിറ്റ് കഴിപ്പിക്കാം. താം തഥൈവ ആവർത്താൻ ശിക്ഷ മൃത്യുഗ്രസ്താൻ വിചേഷ്ടത സ്വയം ജകൃപണ ശിക്ഷു പശ്യന്യപ്യബുധോപതൻ. താൻ തഥൈവ ആവൃതാൻ, താൻ അവരെ തഥൈവ അങ്ങനെ ആവൃതന്മാർ ചുറ്റപ്പെട്ടവരായി, ശിക്ഭിഹി വലകളാൽ, മൃത്യുഗ്രസ്താൻ മരണം കൊണ്ട് വിഴിഞ്ഞിരിക്കുക, വിചേഷ്ടത അങ്ങും ഇനിയും ഓടി നടന്നവർക്കിടയിലാണ് പുറത്ത് കിടക്കാൻ. ഇല്ലേ പറ്റുമോ, ഇല്ലേ പറ്റുമോ, ഇല്ലേ പറ്റുമോ എന്ന് വെച്ച് വിചേഷ്ടിതരായിട്ട് മൃത്യുഗ്രസ്തന്മാരായിട്ട് വലയാൽ ചുറ്റപ്പെട്ടുകൊണ്ട് സ്വയം ചകൃപണ ശിക്ഷു, സ്വയം ചകൃപണ തന്നെത്താൻ ദയ അപേക്ഷിക്കുന്നവരായിട്ട്, ശിക്ഷു എന്ന് വെച്ചാൽ വലയുന്ന വലകളിൽ, ശിഷ്യ ശബ്ദത്തിന്റെ തത്വം ബഹുവചനമാണ്, ഏകവചനമാണ്. ശിക്ഷു വല, എന്താണ് വലകളിൽ. പശ്യന്നബി അബുധു അപതത്ത്, ഇതൊക്കെ കണ്ടറിയുന്നവനാണെങ്കിൽ പോലും അതിലേക്ക് അപതച്ചാടി. കാരണം അവർക്കോ തനിക്കോ ഒന്നും ചെയ്യാൻ തന്നെ കണ്ടാവില്ല. അവരെ രക്ഷിക്കാനാവില്ല, എന്നെ രക്ഷിക്കാനാവില്ല. അതുകൊണ്ട് ശക്തിയില്ലാത്ത ആ പക്ഷിയും അതിലേക്ക് ചാടി. താം തഥൈവാവൃതൻ ശിഖർ മൃത്യുഗ്രസ്തൻ വിചേഷ്ടത സ്വയം ചകൃപണ ശിക്ഷു പശ്യന്യപ്യബുധോപതൻ. താം തഥൈവാവൃതൻ ശിഖർ മൃത്യുഗ്രസ്തൻ വിചേഷ്ടത സ്വയം ചകൃപണ ശിക്ഷു പശ്യന്യപ്യബുധോപതൻ. തം ലബ്ധ്വാ ലുബ്ധക്രൂര കപോതം ഗൃഹമേധിനം കപോതകാൻ കപോതീഞ്ച സിദ്ധാർത്ഥപ്രയോ ഗൃഹം. തം ലബ്ധ്വ അവരെ കിട്ടിയിട്ട് ലുബ്ധകനായ ക്രൂരനായ ആ ലുബ്ധകൻ വേടൻ കപോതം ഗൃഹമേധിനം ഗാർഹസ്ഥ്യമനുഷ്ഠിക്കുന്ന കപോതത്തെയും കൂടി കിട്ടിയപ്പോൾ കപോതകാൻ കപോതീഞ്ച ആൺപക്ഷിയെയും പെൺപക്ഷിയെയും പക്ഷിക്കുഞ്ഞുങ്ങളെയും കിട്ടിയിട്ട് സിദ്ധാർത്ഥ. ഇന്നത്തെ എന്റെ കാര്യങ്ങളൊക്കെ സാധിച്ചു കണ്ട് ഗൃഹം പറയും, വീട്ടിലേക്ക് തിരിച്ചുപോയി. തം ലബ്ധ്വാ ലുബ്ധക ക്രൂര കപോതം ഗൃഹമേധിനം കപോതകൻ കപോതീഞ്ച സിദ്ധാർത്ഥപ്രയോ ഗൃഹം. തം ലബ്ധ്വാ ലുബ്ധക ക്രൂര കപോതം ഗൃഹമേധിനം കപോതകൻ കപോതീഞ്ച സിദ്ധാർത്ഥപ്രയോ ഗൃഹം.
ഏവം കുടുംബ്യശാന്താത്മാ ദ്വന്ദ്വാരാമപതത്രിവൻ പുഷ്ടൻ കുടുംബം കൃപണ പാനുബന്ധോപീദതി. ഇങ്ങനെ ഏവം കുടുംബി അശാന്താത്മ, ഇങ്ങനെയാണ് ഈ പക്ഷികളെ പോലെയാണ് കുടുംബികൾ, ഗൃഹസ്ഥ ജീവിതം അനുഷ്ഠിക്കുന്നവർ. അശാന്താത്മാ, ഒരിക്കലും ആത്മാവ് ശാന്തല്ല. ദ്വന്ദ്വാരാമ, സുഖദുഃഖങ്ങളാകുന്ന ദ്വന്ദ്വങ്ങളിൽ രമിച്ചു കഴിയുന്നവരാണ്. പതത്രിവ, പക്ഷിയെ പോലെ. പുഷ്ണൻ കുടുംബം, കുടുംബത്തെ പരിപാലിക്കാൻ വേണ്ടി. കൃപണഹ, എല്ലാവരിൽ നിന്നും അനുകമ്പ ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച്. സാനുബന്ധു അവഫീദതി, ഭാര്യാപുത്രന്മാരോട് കൂടി അവഫീദതി, നശിക്കുന്നു. ഈ കഥയിൽ നിന്നും എന്താണ് ഉൾക്കൊള്ളേണ്ടത്? ഈ പക്ഷിയെ പോലെ സുഖദുഃഖങ്ങളായ ആ ദ്വന്ദ്വങ്ങളിൽ എപ്പോഴും അകപ്പെട്ടു പോയാൽ മനഃശാന്തി ലഭിക്കില്ല. ഒരു കുടുംബിയായ ഭാര്യാഭർത്തന്മാരുടെ കൂടിയ ഒരാൾ കുടുംബത്തെ രക്ഷിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവരോടുകൂടി താനും നശിക്കുകയാണ് ചെയ്യുക. അതല്ല വേണ്ടത്. ആത്മാർത്ഥേ പൃഥ്വി ത്യജേത്, തനിക്ക് വേണ്ടി ഭൂമിയെ പോലും ഉപേക്ഷിക്കണം. താനാണ് ഏറ്റവും വലുത്. ബാക്കിയൊക്കെ പിന്നീട് തന്റെ കൂടെ വന്നവരാണ്. അതുകൊണ്ട് ആത്മാർത്ഥത എന്ന് വെച്ചാൽ തനിക്ക് വേണ്ടി യത്നിക്കൽ എന്നാണ്. അത് എപ്പോഴും ഒരു കുടുംബിയായ മനുഷ്യൻ ഇത് പരിപാലിച്ചേ പറ്റൂന്ന് പക്ഷിയെ കണ്ടുപിടിക്കും. ഏവം കുടുംബശാന്താത്മാദ്വാരാമപതത്രിവൻ പുഷ്ണൻ കുടുംബം കൃപണസാനുബന്ധോപീദതി. ഏവം കുടുംബശാന്താത്മാദ്വാരാമപതത്രിവൻ പുഷ്ണൻ കുടുംബം കൃപണസാനുബന്ധോപീദതി. യം പ്രാപ്യമാനുഷം ലോകം മുക്തിദ്വാരപാവൃതം ഗൃഹേഷു ഭഗവത് ഭക്തഃ തമാരൂഢച്യുതം വിദു. യാതൊരു മനുഷ്യൻ മാനുഷം ലോകം പ്രാപ്യ മനുഷ്യലോകത്തിലേക്ക് എത്തിയിട്ട് മുക്തിദ്വാരം അപാവൃതം, മോക്ഷത്തിന്റെ വാതിൽ തുറന്നു കിടക്കുന്ന ഈ മനുഷ്യലോകത്തിലേക്ക് എത്തിയിട്ട് ഗൃഹേഷു, വീടുകളില് ഭഗവത്, പക്ഷിയെ പോലെ ഭക്തനായിട്ട് ഭക്ത തം ആരൂഢച്യുതം വിദു, മുകളിൽ കയറിയിട്ട് താഴെ വീണു പോകുന്നവനാണ് ആരൂഢച്യുതൻ. ആരൂഢൻ മുകളിലേക്ക് വീഴും, ച്യുതൻ വീണുപോയത് ആണ് എന്ന് വിദുഹു അറിയുന്നു. ഒരു തടസ്സവുമില്ലാതെ മുക്തിയിലേക്ക് എത്താൻ പാകത്തിനാണ് മനുഷ്യജന്മം തന്നിരിക്കുന്നത്. അങ്ങനെയുള്ള മനുഷ്യജന്മത്തെ പക്ഷികളെ പോലെ വിവേകശൂന്യമായി ഭാര്യാപുത്രാദികളാകുന്ന വിഷയങ്ങളിൽ അനുരാഗം കൊണ്ട് പരസ്പരം ബന്ധിച്ച് ജന്മം വ്യക്തമാക്കി കളയുന്നവരെ മരത്തിന്റെ മുകളിൽ എത്തിയതിനു ശേഷം കൈവിട്ടു പോകുന്ന, താഴെ വീണു പോകുന്നവരെ പോലെയാണ് എന്ന്. ഈ പക്ഷിയെ പോലെ കുടുംബാഭിപ്രായം നശിക്കുന്നത് ശരിയല്ല എന്ന് ഞാൻ ഈ പക്ഷിയിൽ നിന്ന് പഠിച്ചു. അതുകൊണ്ട് കബോധം എനിക്ക് ഗുരുവായി. യംപ്രാപ്യമാനുഷം ലോകം മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഭഗവത് ഭക്ത തമാരൂഢച്യുതം വിദു. യംപ്രാപ്യമാനുഷം ലോകം മുക്തിദ്വാരമപാവൃതം ഗൃഹേഷു ഭഗവത് ഭക്തം ആരൂഢച്യുതം വിദു. ഈ അധ്യായം നമുക്കിവിടെ ഉപസംഹരിക്കാൻ പൂർണ്ണമായതുകൊണ്ട് ഈ ഒരു കഥ കൊണ്ട് മാത്രമാണ്. ഈ ബാക്കിയുള്ള ഗുരുക്കന്മാരെ കുറിച്ച് പറഞ്ഞപ്പോൾ അദ്ദേഹം ഒരു വാക്കിൽ, ഒരു വരിയിൽ, 2 ശ്ലോകത്തിലൊക്കെ തീർക്കുകയാണ് ചെയ്തത്. ഈ കബോധത്തിന്റെ മാത്രം ഒരു കഥയാക്കി അതിൽ കൂടി ഒത്തിരി പഠിക്കാറുണ്ട്, ഒന്ന് മാത്രമല്ല. അതുകൊണ്ട് ആ കഥ വിസ്തരിച്ചു പറഞ്ഞ് എങ്ങനെയാണ് എനിക്ക് കബോധം ഗുരുവായി എന്ന് സാക്ഷാത്കരിക്കാൻ പുറപ്പെട്ടതുകൊണ്ടാണ് നീണ്ടുപോയത്. ഈ അധ്യായത്തിന്റെ പരിസമാപ്തി ഇവിടെയായി. അടുത്ത അധ്യായം നമുക്ക് അടുത്ത ദിവസത്തേക്ക് മാറ്റിവെക്കാം. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. അതേ നമസ്കാരം സാർ. ഇവിടെ ആ സതിയിലുള്ള പ്രയോഗം വളരെ അതെ നല്ല പ്രയോഗം. ഇപ്പോഴത്തെ ജനറേഷൻ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അതെ അതെ, പക്ഷിയാണെങ്കിൽ പോലും അങ്ങനെയാണെന്ന് കാണിക്കാൻ, അങ്ങനെയാണോ എന്നുള്ളത് നല്ലൊരു പോയിന്റ് ആയിരുന്നു. അതെ അതെ അതെ, വിസ്തരിച്ച് പറഞ്ഞതാ. ഏകാദശത്തിൽ കഥയില്ലെന്ന് നമ്മൾ പറയുമെങ്കിൽ എത്ര സുന്ദരമായിട്ട് കഥ അവതരിപ്പിച്ചു. പക്ഷേ ഈ ഒരു കഥ കൊണ്ട് നമ്മുടെ ലൈഫ് മുഴുവൻ മുഴുവൻ ഇല്ലാത്തത്. അതെ അതെ, നല്ലൊരു ഏകാദശം അതെ, ഏകാദശം ഉപദേശം മാത്രമേ ഉള്ളൂ, അതിനകത്ത് കഥകളൊന്നും ഇല്ലാതൊക്കെ പറയുമെങ്കിലും എന്താ
1 മണിക്കൂർ പറയാൻ പാകത്തിന് സുന്ദരമായൊരു കഥ അതെ. നല്ലൊരു ഈ explanation കബോധത്തിന്. ആയിരുന്നു. അതെ. താങ്ക് യു സാർ. ഓക്കെ, നമസ്കാരം സാർ. നമസ്കാരം. ഈ ഇതിനകത്തൊരു വലിയൊരു ആശയം പറയുന്നത് ആ. ഈ ഈശ്വര ശക്തി എന്താണ് എന്ന് നമുക്ക് പറയാൻ പറ്റിയ ഏറ്റവും നല്ല ഉദാഹരണം ആ. ഈ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ടു എന്നുള്ളതല്ലാതെ ആ. ഈ ഇത്ര അങ്കലാവണ്യത്തോടു കൂടിയും ഇത്രയും തച്ചുശാസ്ത്രപ്രകാരവും ഇത്ര കൃത്യമായിട്ടും ഈ ശരീരത്തെ ആരുണ്ടാക്കി വെച്ചു എന്ന് ചോദിച്ചാൽ അതെ അതെ അതെ. അതാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്ക് ഇത് ബോധ്യപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു നല്ല കഥ. ഭാഗമാണ് ഇതിനകത്ത് കാണിച്ചത്. ആ ഒരൊറ്റ ശ്ലോകത്തിൽ പറഞ്ഞു, അംഗങ്ങൾക്ക് അപകടമില്ലാതെ സുന്ദരമായ അവയവത്തോടെ അതാണ് ആരുണ്ടാക്കി വെച്ചു എന്ന് വെച്ചാൽ ഒരു ഡോക്ടർമാരും ഉണ്ടാക്കിയതല്ല, ആരും സ്കാൻ ചെയ്ത് റെഡിയാക്കി എടുത്തതല്ല. ഒന്നുമല്ല, ഇത് എത്ര കൃത്യമായിട്ട് അത് കണക്കോ അളവോ കൃത്യമായിട്ട്, എത്ര കൃത്യമായ അളവ്, എത്ര സൗന്ദര്യം, എത്ര അഴങ്ക്, എത്ര കണക്ക്. അത് ചേർത്തത് ഈശ്വരന്റെ ശക്തി കൊണ്ടാണെന്ന് നിങ്ങൾ തിരിച്ചറിയൂലേ? അതാണ് പുറത്തെ അളവ് മാത്രമല്ല, അകത്തുള്ള ഫങ്ഷൻസ് കൃത്യമായിട്ട് ഓരോന്നും യഥാസ്ഥാനത്ത് ഘടിപ്പിച്ചല്ലേ ഇങ്ങോട്ട് വിട്ടത്. അവിടെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത് എന്താണ് എന്ന് മാത്രം. ഇത് മാത്രം, ഇത് ഒറ്റ വിഷയം മതി. ഈശ്വരൻ എന്താണ് എന്ന് ചോദിച്ചതിന് ഉത്തരം ഈ ഒരൊറ്റ വിഷയം പറഞ്ഞാൽ മതി. അതെ, ദുർവിഭാവ്യം, നമുക്ക് ആലോചിക്കാൻ പോലും പറ്റാത്തതാണ്, ആലോചിക്കാൻ ചിന്തിക്കാൻ പറ്റാത്ത വിഷയം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ആ വാക്ക് തന്നെ ഉപയോഗിച്ചാൽ പറഞ്ഞു. എത്ര വിദഗ്ധമായ അത്ഭുതകരമായിട്ടാണ്. അതാണ് ശരിക്കും നമ്മൾ അറിയാതെ തന്നെ മറ്റുള്ളവരോട് ചോദിക്കുന്ന ഒരു വിഷയമാണ്, എന്താണ് ഈശ്വരൻ എന്ന് ചോദിച്ചാൽ ഈ ഒരൊറ്റ സങ്കല്പം മതി. മതി. അതെ, ഇതുകൊണ്ട് തന്നെ അവരെ പറഞ്ഞ മനസ്സിലാക്കാം. നല്ല സുന്ദരമായി, നന്നായി. ഒരു കഥയാണെങ്കിൽ പോലും എന്ത് കാര്യങ്ങളായി. കഥയാണെങ്കിലും ഭയങ്കര ആശയമാണ് സാർ. അതെ അതെ അതെ. പക്ഷെ ഇതുപോലെ ഓരോ വരികളിലും ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ടല്ലോ സാറേ. ഉണ്ടെന്നേ, ഓരോ വരിയും ഒത്തിരി ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഈ കഥ തീർക്കാൻ വേണ്ടി അവസാനമായപ്പോ ഞാൻ വേഗം പറഞ്ഞു തീർത്താണ്. അല്ലാതെ ഇഷ്ടംപോലെ പറയാനുണ്ട്. 2 മണിക്കൂർ പറഞ്ഞാൽ തീരാത്തൊരു കഥയാണ്. നല്ലൊരു എക്സ്പ്ലനേഷൻ ആയിരുന്നു. നന്നായിരുന്നു. സംശയങ്ങളൊന്നുമില്ലേ? നമുക്ക് ഉപസംഹരിക്കാം. അടുത്ത ആഴ്ച കാണാം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. നമസ്തേ. നമസ്തേ സാർ.